അത്തറിന്റെ ഗന്ധമുള്ള പ്രണയം. രചന ജദീർ മഞ്ചേരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നൂറ ഈ പെണ്ണിത് ഇജൊന്ന് എളുപ്പം നീച്ച. രാവിലെ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും കിടന്നതായിരുന്നു. അപ്പോഴാണ് ഉമ്മേനെ തട്ടി വിളിക്കുന്നത്. എന്താ ഉമ്മ, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഞാൻ ഉറങ്ങട്ടെ. ഉറക്കച്ചടവോടെ ഞാൻ പറഞ്ഞു. ഇജൊന്ന് എളുപ്പം നീച്ച് ഒരുങ്ങിക്ക, അന്നൊരു കൂട്ടിനെ കാണാൻ വരുന്നുണ്ട്. എന്നെയോ? എന്തെങ്കിലും ഇങ്ങനെ പെട്ടെന്നൊക്കെ പറയുന്നു? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. ഇജോ നീച്ച ആ മോദിക്കൊന്ന് കെക്കിക്ക, ഒരു വന്ന് കണ്ടു പോയിക്കോട്ടെ. എന്നെ ഉന്തിത്തള്ളി ഉമ്മ ബാത്റൂമിൽ കയറ്റി. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ പേര് നൂറ. ശരിക്കും പറഞ്ഞാൽ നൂറ ഫാത്തിമ. +2 കഴിഞ്ഞു. ഡിസൈനിങ് പഠിക്കുന്നുണ്ട്. ഫ്രണ്ട്സിന്റെ കല്യാണക്കാരി കേൾക്കുമ്പോൾ എന്നാ എൻ്റെ കല്യാണമാവുന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഉമ്മ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണത്തിന് തയ്യാറായിട്ടുമില്ല. എന്തായാലും പോയി കണ്ടോക്കാം. എടി പെട്ടെന്ന് ഇറങ്ങിണ്ടിച്ച്. 5 മിനിറ്റ് കഴിഞ്ഞതും വീണ്ടും ഉമ്മാന്റെ വിളി. ഈ ഉമ്മാന്റെ വെപ്രാളം കണ്ടാ തോന്നും ഉമ്മാൻ്റെതാ പെണ്ണ് കാണലെന്ന്. എന്തായാലും ഞാൻ വേഗം ഒരുങ്ങി അടുക്കളയിൽ പോയി നിന്നു. ഒരു കാറ് മുറ്റത്ത് വന്ന് നിന്നു. ഒരു വെള്ളട്ടവൽ കെട്ടിയ ആൾ ആദ്യം ഇറങ്ങി. നേരെ വന്ന് വാപ്പാനോട് സലാം പറഞ്ഞു. ആ തെണ്ടിയായിരിക്കും ബ്രോക്കർ. അയാളായിരിക്കും ഈ കല്യാണം ഉണ്ടാക്കിയത്. അല്ലെങ്കിലും ബ്രോക്കർമാർക്ക് കുട്ടികളെ കെട്ടിക്കാൻ എന്താ തിരക്ക്? അയാളെൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ റബ്ബീ. ഞാൻ മനസ്സിൽ പ്രാഗിക്കൊണ്ടേയിരുന്നു. വന്നവരെ എല്ലാവരെയും ബാപ്പ ഹാളിൽ കയറ്റിയിരുത്തി. അവരോരോ സംസാരം തുടങ്ങി. ഇനി എന്നാ കുട്ടീനെ വിളിച്ചാലേ? ആ ടൗൽ കെട്ടിയ ആള് വാപ്പാനോടെ പറഞ്ഞു. നൂറാ, ഇനി ചായ ഇങ്ങോട്ട് കൊടുന്ന. ബാപ്പ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല. ചായ ഒഴിച്ചു വെച്ച ട്രെയും എടുത്ത് ഞാൻ ചെന്നു. ഉമ്മയുണ്ട് കൂടെ. ഹാളിൽ ചെന്നതും മുന്നിലാതാ 3 തൂവെള്ളധാരികൾ. അവരെ കണ്ടപ്പോൾ തന്നെ കൈവറക്കാൻ തുടങ്ങി. റബ്ബേ, പെണ്ണ് കാണലും വല്ലാത്തൊരു ടാസ്ക് തന്നെയാണല്ലോ. കയ്യിലെ ട്രേ നിലത്തിടുന്നതിന് മുമ്പ് ബാപ്പ തന്നെ മേടിച്ച് ടേബിൾ വെച്ചു. ഇതാ ശരിക്കും കണ്ടോ, ഇതാ എൻ്റെ പുയ്യാപ്ല. ആ ടൗലുകാരൻ പറഞ്ഞ ഭാഗത്തേക്ക് ഞാൻ നോക്കി. അല്ലോ മോലേരോ, എനിക്കൊന്നും വേണ്ട ഈ കല്യാണം. ഞാൻ മനസ്സിൽ പറഞ്ഞ് തിരിഞ്ഞടന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നതായി അടുത്ത ചിന്ത. നിങ്ങൾ എത്ര വാശി പിടിച്ചാലും ശരി, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂല. ഉമ്മാനോട് ഞാൻ തറപ്പിച്ച് പറഞ്ഞു. നിങ്ങൾ വേറെ ആരെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഇത് ഞാൻ സമ്മതിക്കൂല. നിങ്ങൾക്ക് കെട്ടിക്ക ഒരു മോലിനെ മാത്രമേ കിട്ടിയുള്ളൂ. എത്ര നല്ല ചുള്ളം ചെക്കന്മാരുടെ ഈ നാട്ടില്. അവര് പോയ ഉടനെ തുടങ്ങിയതാണ് ഞാനും ഉമ്മയും. പുറത്തെ ചാരുകസേരി എൻ്റെ ബാപ്പണ്ടല്ലേ ഇരിക്കണ്, പോയി ചോദിച്ചോക്ക് നാട്ടിലെ ചെക്കന്മാർക്ക് എന്നെ കെട്ടിച്ചു കൊടുക്കാൻ കരുതിക്കണോന്ന്. അവസാനവും അതും പറഞ്ഞ് വാപ്പാൻ്റെ അടുത്തേക്ക് നടന്നു. ചാടിക്കുത്തി ഞാനും ചെന്ന്. അല്ല മനസ്സാ, നിങ്ങൾ കേൾക്കേണ്ടതൊക്കെ ഓക്കെ ഈ കല്യാണം വേണ്ടാന്ന്. നാട്ടിലെ ചെക്കന്മാരെ മതിയില്ലോക്ക്. നൂറാ, എനിക്ക് ബയസായിക്കണ്, വയ്യാതായി തുടങ്ങി. ഇനിയിപ്പോൾ തോനക്കാലൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇജ്ജ് മാത്രമല്ലേ ഉള്ളൂ. അന്നെ ഒരു നല്ല ആളെടുത്ത് ഏൽപ്പിച്ചിട്ട് കണ്ണടക്കാൻ. പിന്നെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ മയ്യത്ത് നിസ്കരിച്ചാനും ഞങ്ങൾക്ക് വേണ്ടി ആ കബറിങ്ങ വന്ന് റബ്ബിനോട് ദുആ ചെയ്യാനും ഒരാൺകുട്ടീനെ റബ്ബ് എനിക്ക് തന്നിട്ടില്ല. അന്നെ ഒരു മൂര്യരെ കൊണ്ട് കെട്ടിച്ച് ചത് നിറവേറ്റണം. നല്ല കൂട്ടരാ ഓൽക്കന്നെ ഇഷ്ടായും ചെയ്തുക്കണം. ഒരു കുഴപ്പം എനിക്ക് വരൂല. ബാപ്പാൻ്റെ മറുപടിയും വന്നു. ഇനിയിപ്പോൾ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വേറെന്താ ഇപ്പോൾ ചെയ്യാം എന്നൊക്കെ മനസ്സിൽ കണക്കൂട്ടി ഞാൻ റൂമിൽ പോയി. ആ രാത്രിയും കഴിഞ്ഞു. ഇനി ആ ബ്രോക്കറിക്ക് വിളിച്ച് കല്യാണം മുടക്കിയാലോ? അത് വേണ്ട, തെണ്ടി ബാപ്പാനോട് പറയും. അങ്ങനെ ഓരോ ചിന്തകളിലായിരുന്നു വരുന്ന ഓരോ ദിവസങ്ങളിലും. അതിനിടയിൽ ബാപ്പ നിക്കാഹിന് ദിവസം ഉറപ്പിച്ചു. ഉമ്മയാണ് വിവരം പറഞ്ഞ്. ഇങ്ങനെയാണ് ഈ കല്യാണം കഴിഞ്ഞിട്ടാവില്ലേ ഞാൻ അറിയാം. എൻ്റെ നിക്കാഹിൻ്റെ ദിവസം ഞാനല്ലേ തീരുമാനിക്കുക. ആരെ പറഞ്ഞ് എനിക്ക് സമ്മതാണെന്ന്? ഉമ്മാനോടൊരു യുദ്ധം തുടങ്ങാനുള്ള പരിപാടിയായിരുന്നു. ബാപ്പ വരുന്നുണ്ട് ആ യുദ്ധം വേണ്ടെന്ന് വെച്ച്. ഇനിയിപ്പോൾ ആലോചിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. വേഗം അയാൾ വിളിച്ച് എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല എന്ന് പറയാം. ഒരുപക്ഷെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ആള് വേണ്ടാന്ന് വെച്ചാലോ? ഞാനത് തീരുമാനിച്ച്. ആഹാ, എന്ത് നല്ല ഐഡിയ! എന്താ എൻ്റെ ഒരു ധൈര്യം! ഞാൻ മനസ്സിൽ എന്നെ തന്നെ അഭിനന്ദിച്ചുകൊണ്ടിരുന്നു. രാത്രി വരെ സമയം എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. എല്ലാവരും ഉറങ്ങിയാൽ മൂപ്പരെ വിളിക്കാമെന്ന് മനസ്സിലുറപ്പിച്ചു. ബാപ്പ ഉറങ്ങിയെന്ന് മനസ്സിലാക്കി ഞാൻ മൂപ്പരെ വിളിക്കാൻ തുടങ്ങി. റിങ് ചെയ്തു തുടങ്ങിയതും എൻ്റെ ധൈര്യം കുറയാൻ തുടങ്ങി. ഹൃദയം പടപടാ മിടിക്കുന്നുണ്ട്. റിങ് കഴിഞ്ഞ് നിന്നു. അയാൾ ഫോൺ എടുക്കുന്നില്ല. പടച്ചോനെ, നിങ്ങൾ കാത്തോണേ എന്ന് പറഞ്ഞ് ഒന്നുകൂടെ അടിച്ചു. അതും വെള്ളടിച്ച് തീർന്നു. എന്താ ഫിയൊക്കെ പണി? ഇതൊന്ന് ഫോൺ എടുത്തൂടെ? എനിക്ക് ദേഷ്യം തോന്നി. ഈ നൂറെ ശരിക്കും നിങ്ങൾക്ക് അറിയില്ല. ഓരോന്ന് പറയാൻ വീണ്ടും വിളിച്ചു. ഹലോ. മറുതൽക്കലൊരു ഗാംഭീര്യ ശബ്ദം. മൂപ്പര് കോൾ എടുത്തു. സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞ് ഞാൻ കോള് കട്ടാക്കി. റബ്ബേ, ഇനി എന്താ ചെയ്യാ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും മൂപ്പര് ഇങ്ങോട്ട് വിളിച്ചു. ആരാ? ഞാൻ നൂറയാ. നൂറയോ? ആരാ മനസ്സിലായില്ല? തെണ്ടി, പേര് പോലും അറിയാതെയാണോ നിക്കാഹ് ഉറപ്പിച്ച് നിൽക്കുന്നത്? ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാനാ നിങ്ങൾ നിക്കാഹ് ഉറപ്പിച്ച പെണ്ണ്. എടോ, എനിക്ക് തന്നോട് ഒന്നും പറയാനില്ല.
എന്തിനാ വിളിച്ച്? നിൽക്കാൻ മുമ്പുള്ള ഫോൺ വിളിയൊന്നും ശരിയല്ല. പറയാനുള്ള എന്തായാലും നിൽക്കാൻ കഴിഞ്ഞിട്ട് പറയാം. അതും പറഞ്ഞ് മൂപ്പര് ഫോൺ കട്ടാക്കി. എന്താ ഇപ്പോഴും സംഭവിച്ച്? കാലമാണ്. നിൽക്കാതെ വേണ്ട, നിൽക്കാതെ കഴിഞ്ഞിട്ടാണോ പറയാ? അതും പാളി. ഞാൻ നിരാശയായി ഉറങ്ങാൻ കിടന്നു. ഓരോ ദിവസവും ഉമ്മയോടും ബാപ്പയോടും നിക്കാഹിന്റെ കാര്യവും പറഞ്ഞ് അടിപിടി പതിവായി. വീടും വീട്ടുകാരും കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. വീട്ടിലെ പണികളും കല്യാണം വിളികളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. രാത്രി മുഴുവൻ ചിന്തയിൽ ഞാൻ കഴിച്ചുകൂട്ടി. ഒരു ഉസ്താദിന്റെ കൂടെയുള്ള ജീവിതം എങ്ങനെയാവും? വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടി വരുമോ? എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. എന്നെ ബീച്ചിലും പാർക്കിലുമൊക്കെ കൊണ്ടുപോകണം. രാത്രിയിൽ ബൈക്കിൽ റൈഡ് ചെയ്യണം. വഴിയോര കച്ചവടക്കാരിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കണം. ഇനി ഇതൊക്കെ നടക്കുമോ? ആലോചിക്കുന്നവരും എനിക്ക് സങ്കടവും ദേഷ്യവും വെറുപ്പൊക്കെ ഏറി വരികയാണ്. എൻ്റെ ഒരു കൂട്ടുകാരികൾക്കും ഇങ്ങനെ ഒരു വിവാഹം കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ലല്ലോ. ഇനി ഞാൻ ഹിജാബൊക്കെ ഇട്ട് നടക്കണ്ടേ? അങ്ങനെ കല്യാണത്തിൻ്റെ തലേ ദിവസമായി ബന്ധുക്കാരൊക്കെ വന്നു തുടങ്ങി. എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചിരുന്നു. അവരും വന്നു. അവരെനിക്ക് മൈലാഞ്ചിയുടെ ഒരുക്കലൊക്കെ തുടങ്ങി. രാത്രിയായപ്പോൾ അവരും ഞാനും എൻ്റെ റൂമിൽ കിടന്നു. എന്താണി നിനക്കൊരു ഉഷാറില്ലാത്ത? നാളെ നീ നിന്റെ പുയ്യാപ്പിളിൻ്റെ വീട്ടിലാ. പിന്നെ ഈ ഞങ്ങളൊക്കെ മറക്കുമോ? കൂട്ടുകാരിൽ ഒരാളായ സന എന്നോട് ചോദിച്ചു. അവിടെ ആ ചോദ്യം കേട്ടപ്പോൾ എനിക്കേറെ സങ്കടമായി. ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. എനിക്കിതുവരെ അയാളോട് ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല. എനിക്ക് പേര് പോലും അറിയില്ല. എനിക്ക് ഓർക്കുമ്പോൾ അയാളോട് വെറുപ്പ് തോന്നുക. എങ്ങനെ ഒരു ബന്ധമില്ലാത്തവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുന്നത്? എനിക്കൊരിക്കലും അയാളോട് ജീവിച്ചു പോകാൻ കഴിയില്ല. എനിക്ക് ഉസ്താദ്മാരെ ഇഷ്ടമല്ല എന്നൊക്കെ പറയാൻ കരയാൻ തുടങ്ങി. അവരെന്നെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എനിക്കന്ന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. രാവിലെ നേരത്തെ ഞാൻ താഴേക്ക് ചെന്നു. ഉമ്മ എന്നോട് വേഗം കുളിച്ച് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ റൂമിൽ നിന്ന് തന്നെ ഒരുങ്ങി. ഒരിക്കൽ കഴിഞ്ഞ് എന്നെ വീടിൻ്റെ ഹാളിൽ കൊണ്ടുപോയി ഇരുത്തി. അപ്പോഴേക്കും ബന്ധുക്കാരും നാട്ടുകാരൊക്കെ വീടും മുറ്റവും നിറഞ്ഞു നിന്നിരുന്നു. എൻ്റെ കുട്ടി സുന്ദരി അയക്കണു കേട്ടോ. ഓരോരുത്തർ അഭിപ്രായം പറയാൻ തുടങ്ങി. അവർക്കൊക്കെ ഒരു ചെറുപുഞ്ചിരി ഞാൻ നൽകി. മോളെ, അണക്ക് സമ്മതല്ലേ നിക്കാഹിന്? ബാപ്പ പോയിക്കോട്ടെ. നിക്കാഹിന് ഇറങ്ങാൻ നേരം ബാപ്പയോട് ചോദിച്ചു. ആ, നിങ്ങൾ പോയി വരി. ഞാൻ മനസ്സോടെ പറഞ്ഞു. സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു ബാപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ചു. ആ സന്തോഷം കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിനൊരു തണുപ്പ് അനുഭവപ്പെട്ടു. ബാപ്പ എല്ലാവരോടും സലാം പറഞ്ഞിറങ്ങി. ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. നിക്കാഹ് കഴിഞ്ഞു, അവരൊക്കെ എത്താനിരിക്കണ്, ആരോ ഹാളിൽ വന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും എൻ്റെ ഹൃദയം പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. റബ്ബേ, ഞാനിപ്പോൾ മുതൽ അയാളുടെ ഭാര്യയല്ലേ? ഞാൻ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അതിന് തയ്യാറായിട്ടുണ്ട്. എന്താ ചെയ്യുക? എവിടെയെങ്കിലും ഓടിപ്പോയാലോ എന്നുവരെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു. നിറഞ്ഞ കണ്ണുമായി ഞാൻ സനയുടെ മുഖത്തേക്ക് നോക്കി. അവൾ എൻ്റെ കൈ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. ഓരോരുത്തരായി റൂമിലേക്ക് വന്നു തുടങ്ങി. ഉമ്മയും ഉമ്മാൻ്റെ ബന്ധുക്കാരും ഉപ്പാൻ്റെ ബന്ധുക്കാരൊക്കെ റൂമിൽ ഹാജരായി. കൂടെ വേറെയും കുറേ സ്ത്രീകൾ. അവരുടെ വീട്ടുകാരാണ് അവർ. അവരെന്നെ പുതിയ വസ്ത്രം അണിയിക്കാൻ കൊണ്ടുപോയി. പർദ്ദയും നല്ല നിക്കാബും എന്നെ അണിയിച്ചു. പിന്നെ ബാപ്പ മൂപ്പരെയും കൂട്ടി എൻ്റെ അടുക്കലേക്ക് വന്നു. വലിയൊരു ചുബയും അതിലൊരു കോട്ടും തലയിൽ കെട്ടുമായിരുന്നു അവരുടെ വേഷം. മൂപ്പര് വന്നു കഴിഞ്ഞതും റൂം മുഴുവൻ അത്തറിൻ്റെ മണം പടർന്നു. ആ സുഗന്ധം ഞാൻ വീണ്ടും വീണ്ടും വലിച്ചു ശ്വസിച്ചു. എന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു ആ സുഗന്ധത്തിന്. മൂപ്പര് അടുത്തെത്തി സലാം പറഞ്ഞ് കൈനീട്ടി. ഞാനും എൻ്റെ വിറക്കുന്ന കൈകളെ മൂപ്പരുടെ കൈകളോട് ചേർത്തു. അദ്ദേഹം എൻ്റെ കൈകളിലൊന്ന് മുറുകെ പിടിച്ചു. എന്നിട്ട് എന്തൊക്കെയോ ഓതുന്നുണ്ട്. അത് കഴിഞ്ഞതും അവരുടെ ഉമ്മ അവർക്ക് മഹർ നീട്ടി. അത് വാങ്ങി അദ്ദേഹം എൻ്റെ കഴുത്തിൽ അണിയിച്ചു. ഞാൻ തലതാഴ്ത്തി തന്നെ നിന്നു. മനസ്സിൻ്റെ സങ്കടം കണ്ണുനീരായി ഭൂമിയിൽ പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കലും ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞു. മോളെ, ഇനി നമുക്ക് ഇറങ്ങാല്ലേ? അദ്ദേഹത്തിൻ്റെ ഉമ്മ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുക്കൽ ചെന്നു. ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കുറച്ച് സമയം കരഞ്ഞു. ബാപ്പ വന്ന് എന്നെ ഉമ്മയിൽ നിന്ന് അടർത്തി. മോളെ, ഇജ്ജ് നല്ല കുട്ടിയായിട്ട് നിൽക്കണം കേട്ടോ. ഇടറുന്ന സ്വരത്തോടെ ബാപ്പ പറഞ്ഞു. ഞാൻ ബാപ്പാൻ്റെ മുഖത്തേക്ക് നോക്കി. ബാപ്പാൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. എൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ തന്ന് എൻ്റെ കൈകളെ മൂപ്പരെ കൈകളിൽ ഏൽപ്പിച്ചു. എല്ലാവരോടും സലാം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. സങ്കടം നിയന്ത്രിക്കാനാവാതെ ഞാൻ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ചങ്ക് പൊട്ടും വിധം വേദനിക്കുന്നുണ്ടായിരുന്നു. മൂപ്പരെൻ്റെ കൈകളെ മുറുകെ പിടിച്ചിരുന്നു. സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് ഞാനെന്ന് എനിക്ക് തോന്നി. മൂപ്പരെൻ്റെ കൈകളിൽ പിടിച്ച് കാറിലിരുത്തി. ഞാനും മൂപ്പരും പിൻസീറ്റിലിരുന്നു. മുന്നിലൊരു ഡ്രൈവറും വേറെ ഒരാളുമുണ്ട്. രണ്ടാളും തലപ്പാവും ജുബയും ധരിച്ചവരാണ്. ഞാൻ വണ്ടിയിലിരുന്ന് ഒന്നുകൂടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. ബാപ്പ ഉമ്മാനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. രണ്ടാളും കരയുന്നുണ്ട്. ഞാൻ മെല്ലെ കണ്ണുകൾ അടച്ച് വണ്ടി നീങ്ങി തുടങ്ങി. അല്പം അധിക ദൂരം സഞ്ചരിക്കാനുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് വണ്ടി ഒരു വീടിന് മുമ്പിൽ വന്ന് നിന്നു.
അദ്ദേഹത്തിൻ്റെ ഉമ്മ വന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വലിയ ആളും ബഹളൊന്നും ഇല്ലായിരുന്നു അവിടെ. മുകളിലെ ഒരു മുറിയിൽ എന്നെ കൊണ്ടുപോയി ഇരുത്തി. നല്ല ഭംഗിയുള്ള മുറി. അദ്ദേഹത്തിലുണ്ടായിരുന്ന അത്തറിൻ്റെ ഗന്ധം ആ മുറിയിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അത്യാവശ്യം വലിയൊരു ബെഡുമുണ്ട്. അതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഒരു മൂലയിലൊരു മേശയും അതിൽ തിളങ്ങുന്ന ഒരു തസ്ബീഹ് മാലയും 3-4 അത്തർ കുപ്പികളുമുണ്ട്. മോളെ, ജിഞ്ഞി കരയൊന്നും വേണ്ട കേട്ടോ. ഞങ്ങൾ നിധുവിനെ പോലെ തന്നെയാണ് ഇനി മുതൽ ഇജ്ജ് പോയി മുഖമൊക്കെ കഴുകി സുന്ദരിക്കുട്ടിയായി വന്ന ഈ ഡ്രസ്സൊക്കെ മാറ്റിക്കളയിനി. ഞാൻ നിധുവിനെ അങ്ങോട്ട് വിടാം. നിധു അദ്ദേഹത്തിൻ്റെ പെങ്ങളാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഉമ്മ പോയ ഉടനെ നിധുവിൻ്റെ അടുത്ത് വന്നു. എന്താണ് നാത്തു ഇത്? കരഞ്ഞൊക്കെ മതി, ഇനി നമ്മൾ തിക്ക് ഫ്രണ്ട്സ് അല്ലേ? അവൾ എൻ്റെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞു. ഞാൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി. നാത്തു, ആ ഷെൽഫിലുണ്ട് ഡ്രസ്സൊക്കെ, ഇതൊക്കെ മാറ്റുകയിനി എന്നും പറഞ്ഞ് അവൾ എന്നെ ഡ്രസ്സ് മാറാൻ സഹായിച്ചു. സമയം രാത്രിയോടടുത്തു. കുറേ നേരമായി ഹാളിൽ ഒറ്റയ്ക്കിരിക്കുന്നു. നീതു ഇടക്ക് വന്ന് അവളുടെ കൂട്ടുകാരെയും കസിൻസിനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഉമ്മ ബന്ധുക്കാരെ യാത്രയാക്കുന്ന തിരക്കിലാണ്. മൂപ്പരെ പിന്നെ കണ്ടിട്ടേയില്ല. എന്നെ പേടിച്ച് നാട് വിട്ടോ ആവോ. പോയി ഫ്രഷായി വരും, ഭക്ഷണം കഴിക്കാം. രാത്രിയായപ്പോൾ നീതു വന്ന് വിളിച്ചു. ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി മുറിയിൽ ചെന്നു. ഫ്രഷായി ഇറങ്ങിയപ്പോൾ ആ മേശയുടെ പുറത്ത് ഒരു ഗിഫ്റ്റിൻ്റെ പൊതി കണ്ടു. ആരപ്പോൾ മൂപ്പർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ? ഞാൻ ആലോചിച്ചതിൻ്റെ അടുത്ത് നിന്ന് അത് പൊട്ടിച്ചതും അത്യാവശ്യം വലിയൊരു ഫ്രെയിം. മുഹമ്മദ് ഷെബു വേർഡ്സ്, നൂറ ഫാത്തിമ. അതിലെ പേരുകൾ ഞാൻ മനസ്സിൽ വായിച്ചു. അത് നീ പൊട്ടിച്ചു നോക്കിയോ? ശബ്ദം കേട്ടോ ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. മൂപ്പര് ചിരിച്ച് റൂമിലേക്ക് കയറി വന്നു. വാതിൽ പകുതി ചാരി വെച്ച്. അതെൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗിഫ്റ്റാ. ഞാൻ താഴേക്ക് തന്നെ നോക്കി നിന്നു. എന്നെ തിരക്കി നീത് വീണ്ടും റൂമിലേക്ക് കയറി വന്നു. ബ്രദറെ, ഇനിയും ഇങ്ങനെ മുറി തുറന്നിടരുത്, ഞാനും ഉമ്മയൊക്കെ ഉണ്ട് ഇവിടെ. അവൾ മൂപ്പരെന്ന് കളിയാക്കി പറഞ്ഞു. അതിനെന്താ, അടക്കാലോ എന്ന് പറഞ്ഞ് മൂപ്പരോളെ പുറത്താക്കി വാതിലെടുക്കാൻ നിന്നു. ഇപ്പോഴല്ല, ഇപ്പം ഞാനും ഓർത്തും പോയി ഭക്ഷണം കഴിക്കട്ടെ. ഉമ്മ വിളിക്കാൻ പറഞ്ഞിരിക്കണേ, അല്ലെങ്കിൽ ഉമ്മ എനിക്ക് തിന്നാൻ തരൂല. ഉച്ച കഴിച്ചതാണേ, വിശക്കുന്നുണ്ട്. അവൾ വയറിൽ തടവി പറഞ്ഞു. എന്നിട്ട് എന്നെയും കൂടി താഴേക്ക് ഇറങ്ങി. എനിക്കെന്തോ ഒരു നാണവും ചിരിയുമൊക്കെ വന്നു. ഞാനും ഉമ്മയും നീതുവും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മൂപ്പരും വന്നിരുന്നു. മൂപ്പരും നീതുവും ഓരോന്ന് പറഞ്ഞ് അടിയിടുന്നുണ്ട്. അവർ നല്ല കൂട്ടാണെന്ന് എനിക്ക് തോന്നി. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് എല്ലാവരും എണീറ്റു. മേശ വൃത്തിയാക്കുന്നത് എന്നോട്, മോളെ ഇജ്ജ് പോയി കിടന്നു, ഇന്ന് നല്ല ക്ഷീണം ഉണ്ടാവും എന്നും പറഞ്ഞു ഉമ്മ ഒരു ഗ്ലാസ് പാല് തന്നു. അല്ലാ, അറിയാതെ ഞാൻ മനസ്സിൽ പറഞ്ഞു പോയി. എങ്ങനെയാ മൂപ്പരെ മുന്നിൽ ചെല്ലുക, എന്താ ചെയ്യുക എന്നെല്ലാമോ ചിന്തകളായിരുന്നു മനസ്സിൽ. വീടും ഉമ്മയും ബാപ്പയും ഒക്കെ മനസ്സിലേക്ക് ഓടി വന്നു. എന്തെന്നില്ലാത്ത സങ്കടം മനസ്സിനെ മൂടുന്നുണ്ട്. ഉമ്മയും ബാപ്പയും കഴിച്ചോന്നാവും. ബന്ധുക്കാരൊക്കെ പോയോ? എങ്ങനെയാ ഒന്ന് വിളിക്കുക? മൂപ്പര് റൂമിലുണ്ടാവൂല. മൂപ്പര് ഫോണെടുത്ത് വിളിച്ചാലോ? ഓരോന്നാലോചിച്ച് ഞാൻ റൂം തുറന്നു. സദഖല്ലാഹുൽ അലീം. നീ വന്നോ? മൂപ്പര് ഒതുകിയായിരുന്നു. ഖുർആൻ അടച്ചു വെച്ചു. അല്ലാ, ഇയാളിവിടെ ഉണ്ടായിരുന്നു, ഇറങ്ങി ഓടിയാലോ ഞാൻ മനസ്സിൽ പറഞ്ഞു. മൂപ്പര് മുസലയിൽ നിന്ന് എണീറ്റ് ബെഡിലേക്ക് ചൂണ്ടി പറഞ്ഞു. ഞാനിരിക്കൂല മനസ്സിൽ പറഞ്ഞെങ്കിലും ശരീരം പോയിരുന്നു. മൂപ്പര് വാതിലും കുറ്റിയിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് മൂപ്പരെൻ്റെ കൈ പിടിച്ച്. കൈ വലിക്കുന്നൂറ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു. എന്നാലും ശരീരം അനങ്ങിയില്ല. മൂപ്പര് 2 കൈയും കൂട്ടിപ്പിടിച്ച് എന്തെല്ലാമോ ചൊല്ലി. കുറച്ച് സമയത്തെ ചൊല്ലലിന് ശേഷം ഒന്നുകൂടെ ചേർന്നിരുന്നു മൂപ്പരുടെ മുഖം എൻ്റെ തലയോട് അടുപ്പിച്ചു. ഞാൻ അറിയാതെ കണ്ണുകൾ അടച്ചു. എൻ്റെ റബ്ബേ, ഇയാളെന്താ അത്തറിൽ കുളിച്ചിരിക്കുകയാണ്? എന്തൊരു സുഗന്ധാണിത്. അത് വീണ്ടും വീണ്ടും ശ്വസിക്കാൻ തോന്നും. ഒരുതരം മത്ത് പിടിപ്പിക്കുന്ന ഗന്ധം. നൂറ, എല്ലാം കൈവിട്ട് പോവോ? ഇല്ല, ഞാനൊന്നിലും വീഴൂല ഓരോന്ന് മനസ്സിൽ പറഞ്ഞു. ഞാൻ മെല്ലെ കണ്ണു തുറന്ന് നോക്കി. എന്നെ നോക്കി മൂപ്പരും ചിരിച്ചു. ഇന്നലെ വരെ പരിചയമില്ലാത്ത നമ്മൾ ഇന്ന് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുന്നു. എന്താ റബ്ബിന്റെ വിധിയില്ലേ എന്ന് പറഞ്ഞ് മൂപ്പര് എന്നെ മുഖത്ത് നോക്കി. എന്നെ നോക്കിയപ്പോൾ ഞാൻ മുഖം താഴ്ത്തി. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല, പറയൂ എന്ന് മനസ്സ് പറയുന്നുണ്ട്. ശരീരം ഒന്നും മിണ്ടാതെ താഴേക്ക് തന്നെ നോക്കിയിരുന്നു. വീടൊക്കെ ഇഷ്ടമായോ? ഉമ്മാനെയും നിധുവിനെയോ? എന്നെയോ? ഞാനൊന്നും മിണ്ടിയില്ല. ചെറിയൊരു ശബ്ദത്തിൽ മൂപ്പരി ചിരിച്ചുകൊണ്ട് എണീറ്റു. എന്നിട്ട് ആ ഗ്ലാസ് എടുത്ത് എനിക്ക് തന്നു. എനിക്കറിയാടോ, നിനക്ക് തീരെ ഇഷ്ടമില്ല ഇന്ന് ഈ കല്യാണത്തിനെന്ന്. ബാപ്പാനെ പേടിച്ച് കല്യാണത്തിന് സമ്മതിച്ചാന്നൊക്കെ. ഞാൻ മൂപ്പരുടെ മുഖത്ത് നോക്കി. ബാപ്പയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, നമുക്കൊന്ന് ജീവിച്ച് നോക്കാടോ. ഞാൻ മൗലിയരാണെന്ന് കരുതി ഈ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ എന്നെ ഒന്നും ചെയ്യൂല, എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും എതിരാവില്ല. അണക്ക് അതൊക്കെയല്ലേ പേടി. ഈ ഒന്ന് നോക്ക്, നീതുമില്ല ഇവിടെ കയ്യണ്. എന്താ അപ്പോൾ ഓൾക്കൊരു കുറവ്? ഓള് നല്ല ഹാപ്പിയല്ലേ? അത് ശരിയാണല്ലോ.
മൂപ്പര് അവൾ അടിയൊക്കെ ഇട്ട് നടക്കണല്ലോ. ഞാൻ വിചാരിച്ച പോലെ നല്ലല്ലേ? ഞാൻ വീണ്ടും ചിന്തിച്ചു. എന്തായാലും നീ പേടിക്കൊന്നും വേണ്ട. എന്നോട് ദേഷ്യമാണെങ്കിൽ അവരോട് ദേഷ്യം കാണിക്കരുത്. അവർക്ക് സഹിക്കാൻ കഴിയില്ല. ഓക്കെ അല്ലേ? അതും പറഞ്ഞ് മൂപ്പരെൻ്റെ തലയിലൂടെ തലോ. എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ മേളിലെ മറുപടി പറഞ്ഞു. ആ ആയിക്കോട്ടെ, നീ ഇനി കൂടുതൽ ചിന്തിച്ച് ടെൻഷനാവൊന്നും വേണ്ട, വേഗം കിടന്നു എന്ന് പറഞ്ഞ് മൂപ്പര് ഫ്രഷ് ആവാൻ പോയി. ഞാൻ ആ ബെഡിൽ ചുമരിനോട് ചേർന്ന് കിടന്നു. ഓരോരോ ചിന്തകളായിരുന്നു മനസ്സിൽ. ചിന്തകൾക്കൊടുവിൽ ഞാൻ എപ്പോഴോ ഉറങ്ങി. രാവിലെ മൂപ്പരുടെ ഖുർആൻ ഓതി കേട്ടാണ് ഞാൻ ഉണർന്നത്. ഇയാൾക്ക് എന്താ റബ്ബേ ഉറക്കൊന്നുമില്ലേ? ഞാൻ ഉറങ്ങിയപ്പോഴും ഉണർന്നപ്പോഴും ഇയാൾ ഉണർന്നിരിക്കുകയാണല്ലോ, ഞാൻ മനസ്സിൽ പറഞ്ഞു. ബെഡ് അനങ്ങുന്ന ശബ്ദം കേട്ട് മൂപ്പര് തിരിഞ്ഞു നോക്കി. ആഹാ, ഈ എണീറ്റോ? ഒന്ന് മൂളി ഞാൻ ബാത്റൂമിൽ കയറി. അപ്പോഴാണ് ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നത്. അല്ലാ, ബാങ്ക് കൊടുക്കണേ ഉള്ളോ? ഞാനിങ്ങനെ ഇത്ര നേരത്തെ എണീറ്റ്? അല്ലെങ്കിൽ ഉമ്മ എത്ര വിളിക്കണമെന്ന് എണീക്കാൻ? ഓരോന്ന് ആലോചിച്ച് ഞാൻ ഫ്രഷായി ഇറങ്ങി. വാ, നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം. അന്ന് ഞങ്ങൾ ഒരുമിച്ച് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ഖുർആൻ ഓതി. എന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു. മൂപ്പരുടെ ഓത്തൊക്കെ കേട്ടിരിക്കാൻ എന്തൊരു രസമായിരുന്നോ. എന്തോ അതൊക്കെ മനസ്സിനൊരു പോസിറ്റീവ് ഫീല് നൽകി. മൂപ്പര് ആ തസ്ബീഹ് മാലയെടുത്ത് എണീറ്റ്. താഴേക്ക് പോയിക്കോളൂ, ഉമ്മ അന്വേഷിക്കും. ഞാനത് കേട്ടപ്പോൾ മുസല്ലെടുത്ത് വെച്ച് താഴേക്ക് ചെന്നു. മോളെ, ജി നീച്ചോ? ഉറക്കൊക്കെ ശരിയായില്ലേ? അടുക്കളയിൽ ചെന്ന ഉടനെ ഉമ്മ ചോദിച്ചു. മോളെ, ജി വെള്ളം തിളക്കണമെന്ന് നോക്ക്. ഞാൻ ആ നിധുവിനൊന്ന് വിളിച്ചട്ടെ. എത്ര വിളിച്ചാൽ ആ കുരിപ്പങ്ങ് നീച്ചു കിട്ടൂല. അതും പറഞ്ഞ് ഉമ്മോളെ വിളിക്കാൻ പോയി. ഞാൻ അടുക്കളയിലൂടെ ഒന്ന് കണ്ണോടിച്ചു. കുറച്ച് കഴിഞ്ഞതും ഉമ്മയും നിധുവും വന്നു. ഹായ് നാത്തൂസ് എന്നൊക്കെ പറഞ്ഞ് ഓളിൻ്റെ അടുത്ത് വന്നിരുന്നു. നാത്തു, നിനക്ക് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഈ ഉമ്മാരെ പഴഞ്ചനൊക്കെ ഒഴിവാക്കാനായിക്കണ്. ഓൾ ഉമ്മാനെ നോക്കി പറഞ്ഞു. അങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഞങ്ങൾ ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങി. സംസാരിക്കാൻ ആളെ കിട്ടിയാൽ ഒരു കുറവും വരുത്താത്ത ആളായതുകൊണ്ട് ഞാനോളും പെട്ടെന്ന് കൂട്ടായി. ഞാനും ഓരോന്ന് ചോദിക്കാനും പറയാനൊക്കെ തുടങ്ങി. സമയം കുറച്ച് കഴിഞ്ഞു. ഞങ്ങൾ നല്ല സംസാരത്തിലാണ്. ഉമ്മയും ഇടയ്ക്ക് കൂടുന്നുണ്ട്. അതിനിടയിൽ മൂപ്പര് അങ്ങോട്ട് കയറി വന്നു. ഉമ്മ, എന്താ ഇപ്പൊ രാവിലെ തന്നെ ഇക്കാക്ക് അടുക്കളയിലേക്ക്? ചായ ആകുമ്പോൾ വിളിക്കാട്ടോ എന്നും പറഞ്ഞ് ഓള് മൂപ്പരെ കളിയാക്കി. ഉമ്മ, നമുക്ക് ഈ കുരിപ്പിനെളുപ്പം കെട്ടിച്ചു വിട്ടാലോ? എനിക്ക് ബയ്യാണ്ടായിക്കണം ഇതിനെ സഹിക്കാൻ. മൂപ്പരും മറുപടി പറഞ്ഞു. പോ അവിടുന്ന്, ഓളെപ്പോഴൊന്നും ഞാൻ കെട്ടിച്ചു വിടൂല. എൻ്റെ ചെറിയ കുട്ടിയാവോള്. ഞാൻ വിളിച്ചിട്ടില്ലെങ്കിൽ നേരത്തെ എണീക്കാൻ പോലും എൻ്റെ കുട്ടിക്ക് അറിയില്ല. ഉമ്മയോളെ കളിയാക്കി. ആഹാ, ആ പൂതിയങ്ങളെ മനസ്സിൽ വെച്ചാൽ മതി. 10ാം ക്ലാസ്സിൽ എത്തിക്കണം ഞാൻ. എന്നെ കെട്ടിച്ചില്ലെങ്കിലേ ഞാൻ ആരെയും കൂടെ ഒളിച്ചോടും. ഓളും വിട്ടുകൊടുത്തില്ല. അന്നേം കൊണ്ട് ആരെങ്കിലും ഒളിച്ചോടിയാറേ ഓനക്ക് ഞാനൊരു അവാർഡ് കൊടുക്കും. മൂപ്പര് അത് പറഞ്ഞതും എല്ലാവരുടെയും ചിരി ബഹളായിരുന്നു അവിടെ. അങ്ങനെ ഓളെ കളിയാക്കിയും അവരടികൂടിയൊക്കെ സമയം കടന്നുപോയി. മൂപ്പര് വന്നതിൽ പിന്നെ ഞാൻ കൂടുതൽ സംസാരിച്ചില്ല. ചിരിക്കുന്നുണ്ടായിരുന്ന എല്ലാത്തിനും. മോനെ, ജിന്ന് തന്നെ ഓളയും കൂടി തറവാട്ടിലേക്ക് പോയിക്കോണ്ടി. മൂത്താപ്പ കല്യാണത്തിനായിട്ട് വന്നതല്ലേ, അതുകൊണ്ട് ലീവില്ലാലോ. അതിനോട് ഓളയും കൂട്ടി പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിരിക്കണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു. ആ, ഇന്ന് തന്നെ പോവാമ്മ. കുറച്ച് സമയം കൂടി ഞാൻ അടുക്കളയിൽ തന്നെ കഴിച്ചു കൂട്ടി. പോവാനൊരുങ്ങാനായി ഉമ്മ എന്നെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ ചെന്നപ്പോൾ മൂപ്പര് കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു. ഇന്ന് ഈ പർദ്ദയിൽ നിൽക്കാൻ വിട്ടോ എന്ന് പറഞ്ഞൊരു കവർ എനിക്ക് നേരെ നീട്ടി. ഞാനിത് ഉടുക്കാറില്ല, ഞാൻ മേലെ താഴേക്ക് നോക്കി പറഞ്ഞു. ഇനി മുതൽ വേണം, അല്പം ഗാംഭീര്യത്തോടെ എന്നോട് പറഞ്ഞു. ഞാൻ ഇഷ്ടമില്ലാതെ അത് ഉടുക്കാൻ തുടങ്ങി. പർദ്ദയിട്ട് കഴിഞ്ഞ് നിക്കാബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് നോക്കി. മൂപ്പര് ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. എന്നെ മൂപ്പര് നേരെ തിരിച്ചു നിർത്തി. ഞാൻ മൂപ്പരെ നോക്കി. മൂപ്പരെപ്പോഴും നല്ല ചിരിയാണ്. ദുഷ്ടൻ, ഞാൻ മനസ്സിൽ പറഞ്ഞു. നിക്കാബ് ധരിച്ച് എന്നെ കണ്ണാടിക്കുമ്പിലേക്ക് തിരിച്ചു നിർത്തി. എന്നിട്ട് എന്നോട് ഒന്നുകൂടെ ചേർന്ന് നിന്നു. നോക്ക്, എൻ്റെ പെണ്ണിനെ കാണാൻ ഇതൊരു മൊഞ്ചാന്നറിയോ? ഈ ചുമന്ന് തുടുത്ത കവിളും ചിരിക്കുമ്പോൾ വിരിഞ്ഞു വരുന്ന നുണക്കുഴികളും ഇതൊക്കെ ഇനി ഞാൻ മാത്രം കണ്ടാൽ മതി. എൻ്റെ കവിളിൽ നിന്നുള്ളി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മാറി നിന്നു. മൂപ്പര് പെട്ടെന്ന് എൻ്റെ അടുത്ത് ചേർന്ന് നിന്നപ്പോൾ ഞാൻ ആകെ വല്ലാണ്ടായി. അത്തറിൻ്റെ മനമയക്കുന്ന ഗന്ധവും മൂപ്പരുടെ ശരീരത്തിൻ്റെ ചൂടും. എന്നും പറഞ്ഞാൽ വേഗം റൂമിന് പുറത്തേക്ക് ചാടി. ഈ കുരിപ്പ് മിക്കവാറും എന്നെ വഴിതെറ്റിക്കും. ഇങ്ങനെയുണ്ട് ഉസ്താദുമാര്. ഉസ്താദുമാര് റൊമാൻറ്റിക്കൊക്കെ ആണല്ലേ. ഞാനൊന്ന് മെല്ലെ പുഞ്ചിരിച്ചു. മോളെ നൂറ, നമ്മൾ ഒന്നിലും വീഴാൻ പാടില്ല. മൂപ്പരങ്ങനെ പല അടവും കാട്ടും. ആ പരിപ്പൊന്ന് ഇവിടെ വേവൂലാന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ ഓരോന്ന് മനസ്സിൽ പറഞ്ഞ് താഴെ എത്തി. ഉമ്മാനോട് സലാം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. കൂടുതലൊന്നും വണ്ടിയിൽ നിന്ന് സംസാരിച്ചില്ല. മൂപ്പര് മൂത്താപ്പാൻ്റെ എളാപ്പാൻ്റെയൊക്കെ വീട്ടിൽ കയറി. നല്ല ഫുഡൊക്കെയുള്ള സൽക്കാരമായിരുന്നു. ബന്ധുക്കാരെയൊക്കെ കാണാനും സംസാരിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്തോടെ തിരിച്ചു വരുമ്പോഴും സംസാരമൊന്നുമില്ല.
വീട്ടിലേക്ക് തന്നെ ആവും മടങ്ങുന്നതെന്ന് എൻ്റെ ചിന്തയെ തെറ്റിച്ചുകൊണ്ട് വണ്ടി ചെന്നതൊരു ബീച്ചിലേക്കാണ്. ഞാൻ മൂപ്പരുടെ മുഖത്തേക്ക് നോക്കി. എന്നോട് ചിരിച്ചുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു. എന്തിനാപ്പോൾ ഇപ്പം തന്നെ വീട്ടിൽ ചെന്നിട്ട് അല്പം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നും പറഞ്ഞ് എൻ്റെ വിരലുകൾ മൂപ്പരുടെ കരങ്ങൾക്കുള്ളിലാക്കി. വല്ലാത്തൊരു ചൂടായിരുന്നു ആ കൈകൾക്ക്. ഞങ്ങൾ തിരമാലകളോട് ചേർന്ന് കൈകൾ പിടിച്ച് നടന്നു. എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നി എനിക്ക്. ഈ വന്നിട്ടിപ്പോൾ ബാപ്പാക്ക് വിളിച്ചോ? ഇന്നലെ രാത്രി നീ വിളിക്കണ്ടേ, ഞാൻ മറന്നതിനു പറയാൻ എന്നും പറഞ്ഞ് മൂപ്പരെ ഫോണെന്ന് എനിക്ക്. ഞാൻ ഉമ്മാനോടും ബാപ്പാനോടും സംസാരിച്ചു. ഫോൺ വെച്ച് കഴിഞ്ഞതും എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഞാൻ ഫോൺ കൊടുത്ത് എൻ്റെ കണ്ണുകൾ തുടച്ചു. അത് കണ്ടതും എൻ്റെ തോളിലൂടെ കൈയിട്ട് എന്നെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി. എന്തിനാണോ കുട്ടികളുടെ മാതിരി കരയുന്നു? സങ്കടമായോ? ഞാനങ്ങനെ അവരെ മാറി നിന്നിട്ടില്ല. ഓ, അതാണോ പ്രശ്നം? ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് മാറിക്കാൻ തുടങ്ങിയതാ വീട്ടിൽ നിന്ന്. അതെന്തേ? ഞാൻ 5ൽ പഠിക്കുമ്പോഴാണ് ഉപ്പ മരിക്കുന്നത്. അന്ന് നിതു ചെറിയ കുട്ടിയാണ്. പെട്ടെന്ന് വന്ന അറ്റാക്കിൽ ഉപ്പ മരിച്ചു. എന്നെ ഒരു ഉസ്താദാക്കണമെന്നായിരുന്നു ഉപ്പാൻ്റെ ആഗ്രഹം. അങ്ങനെ 5ാം ക്ലാസ് മുതൽ ഞാൻ കോളേജിൽ പോയി തുടങ്ങി. ആഴ്ചയിൽ ഒരു തവണ വീട്ടിലേക്ക് വിളിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. മാസത്തിലൊരിക്കലേ വീട്ടിലേക്ക് വരാനും പറ്റിയിരുന്നുള്ളൂ. ഓരോ തവണ വീട്ടിലേക്ക് വിളിക്കുമ്പോഴും ലീവ് കഴിഞ്ഞ് പോകുമ്പോഴും ഞാൻ ഇതുപോലെ കുറേ കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ അവസ്ഥ മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് എൻ്റെ കൈകളിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. ഒരു ഐസ്ക്രീം കഴിക്കാം. നിനക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടത്? ചോക്ലേറ്റ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറേ സമയം ആ ബീച്ചിൽ കഴിച്ചു കൂട്ടി. പതിയെ പതിയെ ഞാൻ ഓരോന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി. സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി. രാത്രിയിൽ കഴിക്കാനുള്ള ഭക്ഷണവും ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ വാങ്ങി. വീട്ടിലെത്തിയപ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. കണ്ണിന് ചുറ്റും നീര് വന്ന് കണ്ണൊക്കെ ചുമന്നിരുന്നു. എന്താ പറ്റിയ മോളെ അണക്ക്? മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? എന്നെ കണ്ടപാടെ ഉമ്മ ചോദിച്ചു. അപ്പോഴാണ് മൂപ്പര് ശ്രദ്ധിക്കുന്നത്. എന്താ പറ്റി നിനക്ക്? നീ എന്തൊന്നും പറയാതിരുന്ന്? നീരൊക്കെയുണ്ടല്ലോ മുഖത്ത്. മൂപ്പര് അല്പം ഭയത്തോടെ ചോദിച്ചു. കുഴപ്പമില്ലമ്മ, ചെറിയ തലവേദനയാ. നീര് വന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇജ്ജ് വേഗം പോയി ഡ്രസ്സൊക്കെ മാറി, അപ്പം ഞാൻ മരുന്നും കൊണ്ടുവരാം. ഉമ്മ വേഗം റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ റൂമിൽ ചെന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും ഉമ്മ മരുന്നും കൊണ്ട് വന്നു. ഇജ്ജ് ഇത്രയും നേരം ഈ കുട്ടീനെയും കൊണ്ട് എവിടെയിന്ന്? വേഗം കുടിക്കണം പോകുന്നൂടെ കണക്ക്. ഈ തല മുഴുവൻ മൂടിയിട്ട് വെയിലത്ത് നടത്തിയിട്ടാ തലവേദന. ഇതൊക്കെ ഒന്ന് പരിചയമുണ്ട് ഓൾക്ക് എന്നൊക്കെ പറഞ്ഞ് മൂപ്പരുമ്മ നന്നായി ചീത്ത പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു മനസ്സുഖം. ഞാൻ അപ്പോഴേ പറഞ്ഞിക്കണം എനിക്ക് വേണ്ടാന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഇടം കണ്ടിട്ട് മൂപ്പരെ നോക്കി. ഞാൻ മെല്ലെ ഒന്ന് കളിയാക്കി ചിരിച്ചു. നീതുവുമുണ്ട് എൻ്റെ അടുത്ത്. അവളും ചിരിക്കുന്നുണ്ട്. ഞാൻ തേച്ചോളാം അമ്മ. എൻ്റെ നെറ്റിൽ ബാമ്പുരട്ടാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു. ഇജ്ജ് കജ്ജെടുക്കണ്ടോ പെണ്ണെ, ഞാൻ തേച്ചോളാം. അത് കുറച്ച് ഉച്ചത്തിലായിരുന്നു ഉമ്മ പറഞ്ഞത്. മൂപ്പരും മെല്ലെ വാപ്പുത്തി ചിരിച്ച്. ദുഷ്ടൻ ഞാൻ മനസ്സിൽ പറഞ്ഞു. ജിങ്ങി ബാങ്ക് വന്ന് ചോറ് പേയിച്ചാ ഇങ്ങോട്ട് നിസ്കരിച്ച് ബാങ്ക് കിടന്നു. രാവിലെ ആകുമ്പത്തിന് മാറിക്കോളൂ. എൻ്റെ തലയിലൂടെ തലോടി ഉമ്മ പറഞ്ഞു. അപ്പം ഇന്ന് എനിക്കില്ലേ? മൂപ്പര് നിധുവിനോട് ചോദിച്ചു. ഇനിയിപ്പം നമുക്കൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. എല്ലാവരും മെല്ലെ ചിരിച്ച് ഉമ്മാൻ്റെ പിന്നിലൂടെ ചെന്നു. ഭക്ഷണം കഴിക്കലും നിസ്കാരം കഴിഞ്ഞ് ഞാൻ കിടന്നു. അല്പം കഴിഞ്ഞതും മൂപ്പരും വാതിലടച്ച് വന്ന് കിടന്നു. ഓ, ഇനിയിപ്പോൾ ഖുർആനോദാനും തസ്ബീഹൊല്ലാനൊന്നും ഇല്ലേ? ഞാൻ മനസ്സിൽ പറഞ്ഞ് ചുമരിനോട് ചാരി കിടന്നു. വേദന കുറവുണ്ടോ? എവിടെ? നല്ല വേദന ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. നീ എന്താ എന്നോട് പറയാതിരുന്നു? ഒരു ഫ്രണ്ടായിട്ടെങ്കിലും എന്നെ കണ്ടുകൂടെ? അത് കേട്ടപ്പോൾ എനിക്കും സങ്കടമായി. അത് എനിക്ക് വലിയ വേദന ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പറയേണ്ടിയിരുന്നു. നീ ഒന്നിനെങ്ങനെ പേടിച്ചെടുക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും കിടന്നു. മൂപ്പരുടെ കൈ എൻ്റെ തലയിൽ വെച്ച് എന്നിട്ട് മെല്ലെ മസാജ് ചെയ്യാൻ തുടങ്ങി. ഉറങ്ങിക്കോട്ടോ, നാൾക്കൊക്കെ മാറിക്കോളൂ. മൂപ്പര് മസാജ് തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ മുടിയിഴകൾക്കിടയിലൂടെ ആളുടെ വിരലുകൾ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്തോ ഞാനും അങ്ങനെയൊന്ന് പ്രതീക്ഷിച്ച പോലെ ഞാൻ മെല്ലെ കണ്ണുകൾ അടച്ചു. രാത്രിയിൽ എപ്പോഴോ ഞാൻ ഞെട്ടിയുണർന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാനിപ്പോഴും മൂപ്പരുടെ കൈകൾക്കുള്ളിലാണ് കിടക്കുന്നത്. എൻ്റെ മുഖം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കെന്തോ വല്ലാത്തൊരു നാണം വന്നു. റൂമിലെ ഇരുണ്ട വെളിച്ചത്തിലും ആളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ കുറച്ചേരം മൂപ്പരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. കൊച്ചു കള്ളൻ, നല്ല ഗ്ലാമറൊക്കെ ഉണ്ടല്ലേ? മുഖത്ത് നല്ല കട്ടി താടിയും മീശയും അത് നല്ല ഭംഗിയായിട്ട് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കണ്ടാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താലെന്നൊക്കെ ആർക്കും തോന്നും. എടി തെണ്ടി നൂറ, എൻ്റെ വാക്കിനെ പുല്ല് വിലയില്ലല്ലേ? ഓള് റൊമാൻസ് അടിക്കാൻ പോയിക്കണ്. നീ കിടക്കവിടുന്ന് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു. ഞാൻ വീണ്ടും ചുമരിനോട് ചാരി ചെരിഞ്ഞു കിടന്നു. ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയാലോ? വേണോ? വേണ്ട. അന്ന് മൂപ്പരുടെ ഖുർആനോത്ത് കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ എണീക്കാതെ കുറച്ചേരം കേട്ട് കിടന്നു. എന്ത് രസമായിട്ടാണ് ഓതുന്നത് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഇന്നെൻ്റെ വീട്ടിലേക്ക് ബാപ്പ ഞങ്ങൾ വിരുന്നിന് വിളിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി.
കുറേ സാധനങ്ങൾക്ക് ഞങ്ങൾ പോകുന്ന വഴിക്ക് വാങ്ങി. രാത്രിയാവാൻ നേരത്താണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ഉമ്മാക്കും ഉപ്പാക്കും എന്തെന്നില്ലാത്ത സന്തോഷം. മൂപ്പർക്ക് ഭയങ്കര സ്വീകരണമായിരുന്നു അവിടെ. നമ്മളെ വന്നപ്പോൾ മൈൻഡ് ചെയ്താ. പിന്നെ മൂന്നാക്ക് നമ്മളൊരു മൈൻഡും ഇല്ല. ഉമ്മാക്കും ബാപ്പാക്കും ഒരു മോനെ കിട്ടിയ സന്തോഷം, മൂപ്പർക്ക് ബാപ്പാനെ കിട്ടിയ സന്തോഷം. മൂപ്പരും ബാപ്പയും വന്നപ്പോൾ തുടങ്ങിയ കത്തിവെക്കല. എന്താ പോൽക്കൊക്കെ ഇത്രയും പറയാൻ? ഞാൻ ഓരോന്ന് ആലോചിച്ച് അടുക്കളയിരുന്നു. അല്ല മോളെ, എന്താ എൻ്റെ അവിടുത്തെ വിശേഷം? അവിടുത്തെ ഉമ്മാക്കൊക്കെ സുഖല്ലേ? ആഹാ, നിങ്ങൾക്ക് എന്നോട് മിണ്ടാനൊക്കെ അറിയാലേ. ഓർക്കൊക്കെ സുഖ. ഞാൻ എന്നോട് മുണ്ടാൻ നിന്നാ പിന്നെ ഓനോട് ആരാ മുണ്ടാ? ഓനക്ക് ബെറിയാവൂലോടെ. അതും പറഞ്ഞ് ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. രാത്രി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. എന്താ ഇപ്പം എൻ്റെ ബീവിൻ്റെ മുഖത്തൊരു കുയിന്ത്? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകണം. ആണ്ട, ഞാൻ കുറച്ച് കനത്തിൽ പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിഞ്ഞിടന്നു. ഹാ, നരച്ച് പറയടി. മൂപ്പരെന്നെ നേരെ കിടത്തി. ഇപ്പം എല്ലാവർക്കും ഇങ്ങളെ മതി, പിന്നെ ആർക്കും വേണ്ട. ഞാനല്പം കൊഞ്ചലോടെ പറഞ്ഞു. അതൊക്കെ നിനക്ക് തോന്നലടി എന്ന് പറഞ്ഞ ആളൊന്ന് ചിരിച്ചു. ആ ആയിക്കോട്ടെ, ഞാൻ ഉറങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും തിരിഞ്ഞിടന്നു. അല്ലാതെ ഇനി ആളോട് വർത്താനത്തിന് കൂടിന്നാലേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പിറ്റേന്ന് ഞങ്ങൾ അവിടുന്ന് മൂപ്പിൻ്റെ വീട്ടിലേക്ക് തന്നെ പോന്നു. അത്യാവശ്യം വാശിയും കുറുമ്പൊക്കെ കാണിച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. മെല്ലെ മെല്ലെ എൻ്റെ മനസ്സിൽ ആളോട് ഇഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഞാനത് പുറത്ത് കാണിച്ചില്ല. ഇന്നേക്ക് ഞാനിവിടെ വന്നിട്ട് 2 ആഴ്ചയായിരിക്കുന്നു. ഞാൻ രാത്രി ജനലിലൂടെ പുറത്തേക്ക് തിരിഞ്ഞ് മുടി ചീവിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മൂപ്പര് വന്ന് എൻ്റെ അരയിലൂടെ കൈയിട്ട് നെഞ്ചോട് ചേർത്ത് നിർത്തി. എൻ്റെ തോളിൽ മൂപ്പരുടെ താടി കുത്തിവെച്ച്. പെട്ടെന്നുള്ള അറ്റാക്കായതിനാൽ ഞാൻ തരിച്ച് നിന്നുപോയി. കൈയും കാലുമൊക്കെ വിറക്കുന്ന പോലെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ട്. മുഖത്തും കഴുത്തിലുമൊക്കെ വിയർപ്പ് കണങ്ങൾ പൊടിയുന്നുണ്ട്. നൂറ, മൂപ്പരെൻ്റെ ചെവിയിൽ മെല്ലെ വിളിച്ചു. ഒരു മിന്നൽ ശരീരത്തിലൂടെ കടന്നുപോയി. എൻ്റെ ഒരു പ്രതികരണം ഇല്ലാഞ്ഞിട്ട് മൂപ്പരെന്നെ തിരിച്ചു നിർത്തി. എൻ്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് മൂപ്പരൊന്ന് ചിരിച്ചു. ഞാൻ നാണം കൊണ്ട് തല താഴ്ത്തി. എന്തിനാ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ആള് ചിരിക്കുന്നുണ്ട് അപ്പോഴും. ഉറങ്ങിക്കോ, നാളെ കുറച്ച് നേരത്തെ എണീക്കണം. അതെന്തിനാ? എൻ്റെ ലീവ് കഴിഞ്ഞിട്ടുണ്ട്, നാളെ രാവിലെ പോകണം. അതെനിക്കും കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാക്കി. എന്നാൽ ഞാൻ സങ്കടമൊന്നുമില്ലാത്ത പോലെ കഴിച്ചു കൂട്ടി. പിറ്റേന്ന് സുബഹിക്ക് നേരത്തെ എണീറ്റൊക്കെ റെഡിയാക്കി. മൂപ്പര് ഒരുങ്ങളെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അതെ, വലിയ ഫോണൊന്നും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വലിയ ഫോണൊക്കെ വാങ്ങാം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലൊരു ഫോൺ വെച്ച് തന്നു. ഞാൻ ആ കണ്ണിലേക്ക് നോക്കിയെന്ന് പുഞ്ചിരിച്ചു. അല്ലാ, സുറുമയൊക്കെ എഴുതി മൊഞ്ചനയിക്കണല്ലോ, ഞാൻ മനസ്സിൽ പറഞ്ഞു. മൂപ്പരുടെ കണ്ണ് ചെറുതായിട്ട് നിറയുന്നുണ്ട്. എൻ്റെ മുഖം ആളോട് അടുപ്പിച്ച് നെറ്റിയിലൊരു ഉമ്മ തന്നു. എന്നിട്ട് സലാം പറഞ്ഞിറങ്ങി. എനിക്കും ഉള്ളിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു. ഉമ്മാനോടും സലാം പറഞ്ഞ് മൂപ്പര് വീടിന് പുറത്തിറങ്ങി. നീതു എണീറ്റിട്ടില്ല അപ്പോഴും. കാറിൽ കയറി എന്നെയും ഉമ്മാനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ഞാൻ തലതാഴ്ത്തി തന്നെ നിന്നു. പിന്നെ വല്ലാത്തൊരൊറ്റപ്പെടലായിരുന്നു. മുറിയിലെ ആത്തറിൻ്റെ ഗന്ധം അപ്പോഴും പരന്ന് കിടപ്പുണ്ട്. രാവിലെ നീതു ക്ലാസ്സിന് കൂടി പോയപ്പോൾ വല്ലാതെ ഒറ്റപ്പെട്ടു. അവൾ വരുവോളം റൂമിൽ തന്നെ കഴിച്ചുകൂട്ടി. ഞാൻ ആ തസ്ബീഹ് മാല കയ്യിൽ കൂട്ടിപ്പിടിച്ചു. എന്തോ ആള് കൂടെയുള്ളതുപോലെ തോന്നി. അതിലെ ഓരോ മുത്തുകൾ മറിച്ച് കണ്ണടച്ച് കിടന്നു. എന്താ നാത്തു, ഇക്കാക്കാനെ സ്വപ്നം കാണുകയാണോ? അവൾ പെട്ടെന്ന് റൂമിൽ കയറി വന്നു. ഞാൻ ഞെട്ടി ഉണർന്നു. പോടി അവിടുന്ന് എന്ന് പറഞ്ഞ അവളെ കവിളിലൊരു നുള്ളു കൊടുത്ത്. അവളൊന്ന് ഇരുത്തി മൂളി. ആ, നീ സ്കൂളിലെ വിശേഷങ്ങൾ പറയും. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ സമയം തള്ളി നീക്കി. രാത്രിയായപ്പോൾ വീണ്ടും ആ റൂമിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. നീതു പഠിക്കാനായി അവളുടെ റൂമിൽ തന്നെ കൂടി. ഉമ്മ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുർആൻ ഓതുന്നുണ്ട്. ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുർആൻ ഓതാൻ തുടങ്ങി. ആ തസ്ബീഹ് മാല എൻ്റെ കഴുത്തിലൂടെ ഇട്ടു. പെട്ടെന്നാണ് കിടക്കിലുണ്ടായിരുന്ന ഫോൺ ശബ്ദിച്ചത്. അപ്പോഴാണ് ഞാൻ ഫോണിലുള്ള കാര്യം തന്നെ ഓർത്തത്. ഞാനത് എടുത്തു നോക്കി. അതിലെ പേര് കണ്ടതും മനസ്സിലൊരു സന്തോഷം ഓടി വന്നു. ഒപ്പം ഒരു പുഞ്ചിരിയും. തിണ്ടി പോയിട്ട് ഇപ്പോഴാണ് എനിക്ക് വിളിക്കുന്നത്. ശരിയായി തരാം ഞാൻ. ഹലോ ഹലോ, ആരാ? അത് കിട്ടിയോനാ. കല്യാണം കഴിഞ്ഞെന്ന് എഴുതി എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഫോൺ കട്ടാക്കി. എന്നിട്ട് ഞാൻ തന്നെ കുറേ ചിരിച്ചു. ചിരിച്ചിരിച്ചിട്ട് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഫോൺ വീണ്ടും അടിച്ചു. ഇല്ല, ഞാൻ എടുക്കൂല, ഒന്നുകൂടെ വിളിക്കട്ടെ. അങ്ങനെ വീണ്ടും അടിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു. ഹലോ, എന്താ? കുറച്ച് കനത്തിൽ ഞാൻ ചോദിച്ചു. നീ അത് മറന്നിട്ടില്ലേ? ഏയ്, ഞാനങ്ങനെ ഒന്നും മറക്കൂല. രണ്ടാളും ചിരിച്ചു. പിന്നെ കുറേ നേരം സംസാരിച്ചു. ആ, സമയം കുറേയായി, ഇനി ഞാൻ വെക്കുക കേട്ടോ, മൂപ്പര് പറഞ്ഞു. അതെ, നിങ്ങളെന്നാ ഇനി വരിക? അറിയാതെ ഇടറുന്നൊരു സ്വരത്തിൽ ഞാൻ ചോദിച്ചു പോയി. ഛേ, ഞാൻ എൻ്റെ വായ പൊത്തി. എനിക്ക് സങ്കടമുള്ളതായിട്ട് മൂപ്പർക്ക് തോന്നിയിട്ടുണ്ടാവും. ഞാൻ എന്നെ തന്നെ പ്രാഗി.
ഞാൻ അടുത്ത ആഴ്ച വരും. എന്തേ, എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? തേങ്ങയാണ്. നിനക്ക് ഒറ്റക്കിടക്കാൻ പേടിയുണ്ടോടി? എനിക്ക് പേടിയൊന്നുമില്ല. എന്നാലേ ആ ജനാലവാതിൽ അടച്ചോണ്ട്, ചിലപ്പോൾ ജിന്നോ ചെയ്ത്താനൊക്കെ വന്നാലോ. ജിന്നോ? ജിന്നൊക്കെ വരുമോ? ഞാൻ അല്പം ഭയത്തോടെ ചോദിച്ചു. ആ, ചില ദിവസമൊക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് ഞാൻ കട്ടാക്കി. ഈ പഹയൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് ഉറങ്ങണ്ടേ? ഞാൻ ജനലുടെ ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കി. അല്ലോ, ആരാ ഇതൊക്കെ തുറന്നിട്ട് എന്നും പറഞ്ഞ് ഞാൻ വേഗം പോയി അതൊക്കെ അടച്ചു. ഇന്നിനി ഇവിടെ കിടന്നാൽ ശരിയാവൂല, എങ്ങനെ നിധുവിൻ്റെ റൂമിൽ കയറി പറ്റാം എന്നും പറഞ്ഞ് ഞാൻ അവളെ റൂമിൽ ചെന്നു. ഒരാഴ്ച വീണ്ടും കടന്നുപോയി. ഇന്ന് മൂപ്പര് വരുന്ന ദിവസമാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എനിക്ക് ഉള്ളിൽ നല്ല സന്തോഷമുണ്ട്. മൂപ്പര് രാത്രിയാവുന്ന നേരത്താണ് വന്നത്. ഞാൻ മൂപ്പരുടെ കണ്ണിൽപ്പെടാതെ മുങ്ങി നടന്നു. എന്തോ ഫേസ് ചെയ്യാൻ എനിക്കൊരു നാണം. ഉമ്മ നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. മൂപ്പര് ലീവിന് വരുന്ന ദിവസം വല്ലാത്തൊരു ഉന്മേഷമാണ് എല്ലാവർക്കും. രാത്രി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ മെല്ലെ മടിച്ച് റൂമിലേക്ക് ചെന്ന്. മൂപ്പര് റൂം മുഴുവൻ എന്തോ അരിച്ച് പെറുക്കുന്നുണ്ട്. എന്താ തിരയുന്നേ? എൻ്റെ തസ്ബീഹ് മാല എവിടെ വെച്ച്? ഞാൻ നെഞ്ചത്ത് കൈവച്ചു. അല്ലോ, അതിൻ്റെ കഴുത്തിലല്ലേ? ഞാനൊരു വളിഞ്ഞ ചിരിച്ച് അത് ഊരിക്കൊടുത്തു. മൂപ്പര് ചിരിച്ചുകൊണ്ട് എൻ്റെ നേരെ വന്നു. ഞാൻ വിറക്കുന്ന കാലുകളോട് പിന്നിലോട്ട് നടന്നു. പടച്ചോനെ, ഇയാളിത് എന്തിനുള്ള പുറപ്പാടാ? ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ ചുമലിൽ തട്ടി നിന്നു. ഇതൊന്നിനാ നീ കഴുത്തിലിട്ടിരിക്കുന്നത്? അത് പിന്നെ ഞാനൊന്നും പറയാൻ കഴിയാതെ വിയർത്തു. മൂപ്പരുടെ കണ്ണിലേക്ക് നോക്കുന്തോറും ശരീരത്തിനൊരു വിറയൽ അനുഭവപ്പെട്ടു. അല്ലാഹ്, എന്നെ കാത്തോളണേ. മൂപ്പരെൻ്റെ തോളിൽ പിടിച്ചു. മൂപ്പര നെഞ്ചോടെ എന്നെ ചേർത്ത് നിർത്തി. ആ ശരീരത്തിലെ അത്തറിൻ്റെ ഗന്ധം ഞാൻ നീട്ടി വലിച്ചു. വല്ലാത്തൊരനുഭൂതിയായിരുന്നു അതിന്. ഞാൻ മെല്ലെ എൻ്റെ കൈകൾ കൊണ്ട് ആളെ ചുറ്റി പിടിച്ചു. എന്നിട്ട് എൻ്റെ മൂർധാവിലൊരു മുത്തം തന്നു. ഞാൻ കണ്ണ് ചിമ്മി അതിനെ ആസ്വദിച്ചു. എൻ്റെ മുഖം 2 കൈകളിലാക്കി മൂപ്പരുടെ മുഖത്തിന് നേരെ ഉയർത്തി. നൂറ, പതിയെ വിളിച്ചു. ഞാൻ മെല്ലെ കണ്ണു തുറന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിന്നെ എനിക്കിങ്ങനെ. മൂപ്പര് പതിയെ പറഞ്ഞു തുടങ്ങി. ഞാൻ വീണ്ടും എൻ്റെ മുഖം മൂപ്പരുടെ നെഞ്ചോട് ചേർത്ത് വെച്ചു. മൂപ്പരുടെ ഹൃദയമിടിപ്പിപ്പോൾ എനിക്ക് കേൾക്കാം. ഇക്ക, എല്ലാം എൻ്റെ തെറ്റാണ്. എനിക്ക് മൂല്യമാരെ ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നൊരു വിലയുണ്ടാവില്ലെന്ന് ഞാൻ കരുതി. എനിക്കിങ്ങനെ കെയറിങ് കിട്ടുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എല്ലാം എൻ്റെ തെറ്റാ. സോറി. ഞാനാണ് ഇക്കയെ മനസ്സിലാക്കാതെ പോയത്. നിങ്ങളുടെ കൈ പിടിച്ച് നടക്കുന്നു, ഒരുമിച്ച് നിസ്കരിക്കുന്നു, ഒരുമിച്ച് ഖുർആൻ ഓതുന്നു, നല്ല ബെയ്ത്തുകളും ദിക്റുകളും ചൊല്ലിത്തരുന്നു, എന്നെ മറ്റുള്ളവരിൽ നിന്ന് ഹിജാബിട്ട് മറച്ച് കാത്തു സൂക്ഷിക്കുന്നു. ഇതൊന്നും വേറെ എവിടുന്ന് എനിക്ക് കിട്ടൂല എന്ന് മനസ്സിലാക്കി തന്ന് എൻ്റെ ഇക്കയാ. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ കരഞ്ഞു പോയിരുന്നു. മൂപ്പരെൻ്റെ മുഖമുയർത്തി. നൂറ, എൻ്റെ ഈ മുഖം ഒന്ന് പൊക്ക് പെണ്ണേ, ഞാനൊന്ന് കാണട്ടെ നിൻ്റെ ഈ മുഖം. അതെ, ഇനി എൻ്റെ ബീവി കരയാൻ പാടില്ല. എപ്പോഴും ഈ ഉണ്ടക്കണ്ണുകൾ ഇങ്ങനെ തിളങ്ങി നിൽക്കണം. പോട്ടെ, ഇനി അന്ന് ഓർക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മൂപ്പരെൻ്റെ കണ്ണുകൾ തുടച്ചു. എന്നിട്ട് എൻ്റെ തലയിലൂടെ ഒന്ന് മെല്ലെ തലോടി. നെറ്റിയിലും കണ്ണിലുമൊക്കെ മെല്ലെ ചുണ്ടുകൾ ചേർത്തു. ഞാനൊന്നുകൂടെ മൂപ്പരുടെ ചൂടിലേക്ക് ചേർന്ന് നിന്നു. മൂപ്പരെന്നെ കോരിയെടുത്ത് ബെഡിലേക്ക് കൊണ്ടുപോയി. പതിയെ, വളരെ പതിയെ ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്തിലേക്ക് നീങ്ങി.